നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നീളും. സാങ്കേതിക സജ്ജീകരണങ്ങൾ പൂർത്തിയായില്ലെന്ന് ഡാം അധികൃതർ. പീച്ചി ഡാം തുറന്നുവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. വളം കയറ്റിപ്പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ജില്ലയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. മുടങ്ങിക്കിടക്കുന്ന KSRTC ബസ് സർവീസുകളെ പറ്റിയും യോഗത്തിൽ ചർച്ച നടന്നു. KSRTC സ്റ്റാൻഡുമായും സർവീസിനെ സംബന്ധിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നുവന്ന പരാതികൾ MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് MLA അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, തൃശൂർ DTO TO ഉബൈദ്, പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ ഇൻചാർജ് MS സോമൻ, തൃശൂർ KSRTC ഇൻസ്പെക്ടർ AV രാജ്മോഹൻ എന്നിവർ സന്നിഹിതരായി. വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് MLA ചെയർമാനായും പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ കൺവീനറായും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പുതുക്കാട് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് പുതുക്കാട് ഡിവിഷൻ അംഗം, ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, പ്രസ് ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. കൂടുതൽ ഡ്രൈവർമാരുടെ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് ലഭ്യമായാൽ മുടങ്ങിക്കിടക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും തൃശൂർ KSRTC DTO TA ഉബൈദ് അറിയിച്ചു. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് ഉൾപ്പെടെ KSRTCയുടെ ഉല്ലാസയാത്ര നടത്താൻ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഇതിനായി KSRTC ഉദ്യോഗസ്ഥർ ചിമ്മിനി ടൂറിസം മേഖല സന്ദർശിക്കുകയും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ബന്ധപ്പെട്ട ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, വനം ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചു. ലോക ടൂറിസം ദിനമായ സെപ്റ്റംബർ 27-ന് ജില്ലാ ടൂറിസം കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നിന്നും ചിമ്മിനി ഡാമിലേക്ക് ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായുള്ള യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് MLA യോഗത്തിൽ അറിയിച്ചു. ടൂറിസം കൌൺസിൽ അംഗങ്ങളായ MLAമാർ, ജില്ലാ കളക്ടർ, മറ്റ് കൌൺസിൽ അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടാവുക. അവരോടൊപ്പം KSRTCയുടെ ഉല്ലാസയാത്ര നടത്തുന്നതിനും ആലോചിക്കുന്നതായി DTO യോഗത്തിൽ അറിയിച്ചു. മണ്ഡലത്തിലെ KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ കത്തിന്റെ പകർപ്പ് യോഗത്തിൽ DTOയ്ക്ക് കൈമാറി. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് ധാരണ പ്രകാരം പ്രസിഡന്റ് മാറിയതോടെ തുടങ്ങിയ പടലപ്പിണക്കമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും പ്രകടമായത്. 4 അംഗങ്ങളുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന് 3-ഉം CPIയുടെ 1 അംഗത്തിനുമായിരുന്നു വോട്ടവകാശം. സാധാരണ നിലയിൽ മത്സരത്തിന് സാധ്യതയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി പ്രിൻസിയെ നിർദ്ദേശിച്ചു. ഇതോടെ എതിർ ഗ്രൂപ്പിലെ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ എന്നിവർ മത്സര സന്നദ്ധത അറിയിച്ചു. നേരത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന പ്രിൻസിന്റെ കാര്യത്തിൽ പ്രസിഡന്റിനും അതൃപ്തിയുണ്ടായിരുന്നു. ദിനിൽ ഉറച്ചുനിന്നതോടെ കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ CPI അംഗം അശ്വതി പ്രിൻസിക്ക് വോട്ട് ചെയ്തതോടെ 2 പേർക്കും 2 വോട്ട് വീതമായി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ പ്രിൻസി വിജയിക്കുകയായിരുന്നു. പ്രസിഡന്റ് CPI അംഗത്തെ വശത്താക്കിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്തത് എന്നാണ്
എതിർപക്ഷത്തിന്റെ ആരോപണം. നേരത്തെ തെരഞ്ഞെടുപ്പ് ധാരണ അട്ടിമറിച്ചാണ് കെ രാജേശ്വരി പ്രസിഡന്റായത് എന്നും മറുപക്ഷം പറയുന്നു. ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചെങ്ങാലൂർ SN പുരം സ്വദേശിനിയുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിരുന്നിനിടെ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റത്. 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 6 പേർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 പേർ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. ചിക്കൻ ബിരിയാണിയും മീൻകറിയും കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് കുടുംബം പറഞ്ഞു. 15 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഭക്ഷണം നൽകിയ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ വീട്ടുകാർ പുതുക്കാട് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി. പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസും ആരോഗ്യ വിഭാഗവും പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ചടങ്ങ് നടന്നത്. തൊട്ടടുത്ത ദിവസം മുതൽ ഭക്ഷണം കഴിച്ചവർക്ക് ഛർദിയും വയറിളക്കവും പനിയും തലവേദനയും അനുഭവപ്പെടുകയായിരുന്നു. പിന്നീടാണ് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പീച്ചി ഡാം തുറന്നത് സംബന്ധിച്ച് സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ ഇറിഗേഷൻ വകുപ്പിനും KSEBിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ റിപ്പോർട്ടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രതികരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ പ്രളയബാധിതമായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് വേണ്ട നഷ്ടപരിഹാരം നൽകണം. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമായെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് സംഭവിച്ച വീട്, കൃഷി, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ജീവനോപാധികൾ തുടങ്ങി എല്ലാ നഷ്ടവും, വ്യാപാരി സമൂഹത്തിന്റെ നഷ്ടവും പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. സർക്കാർ നിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക, മണലിപ്പുഴ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പല്ലൂർ സെന്ററിൽ അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ നേതാക്കളായ KL ജോസ് മാസ്റ്റർ, പോൾസൺ തെക്കുംപീടിക, അനിൽ കുനിയത്ത്, ആന്റണി കുറ്റുകാരൻ, ജിമ്മി മഞ്ഞളി, ഔസേപ്പ് വൈക്കാടൻ, സന്ദീപ് കണിയത്ത്, പ്രിൻസൺ തയ്യാലക്കൽ, KS കൃഷ്ണൻകുട്ടി, K രാധാകൃഷ്ണൻ, അശോകൻ ഐത്താടൻ, പ്രഭനൻ ചുണ്ടലപ്പറമ്പിൽ, ടൈറ്റസ് CG, ഹരൻ ബേബി, റെജി ജോർജ്, നിഷ തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ജൂലൈ മാസം 29-ാം തീയതിയും അതുപോലെ തന്നെ 30-ാം തീയതിയും 31-ാം തീയതിയും ഓഗസ്റ്റ് 1-ാം തീയതിയുമായി നമ്മുടെ പ്രദേശത്ത് നടന്ന പ്രളയവുമായി ബന്ധപ്പെട്ട് ആ പ്രളയബാധിതരായ ജനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ധർണ നടത്തുന്നത്. ഇതിന് നിദാനമായി, പ്രളയത്തിന് നിദാനമായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം പറയുന്നു. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. നാമക്കലിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് വളം കയറ്റി പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. നാമക്കലിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് വളം കയറ്റി പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുട്ടനെല്ലൂർ മേൽപ്പാലം ഇറങ്ങി പാലിയേക്കര ഭാഗത്തേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ദേശീയപാതയും സർവീസ് റോഡും വേർതിരിക്കുന്ന ഡിവൈഡർ ഇടിച്ചു തകർത്ത ലോറി സർവീസ് റോഡിന് കുറുകെ മറിഞ്ഞു. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ലോറി മറിഞ്ഞതോടെ വളത്തിലുണ്ടായിരുന്ന പുഴുക്കൾ സമീപത്തെ വീട്ടിലേക്ക് വ്യാപകമായി കയറിയത് വീട്ടുകാരെയും ദുരിതത്തിലാക്കി. വാഹനം മറിഞ്ഞതോടെ ഏറെ നേരം സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജില്ലയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര പഞ്ചായത്തായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. KK രാമചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ എന്നിവർ സന്നിഹിതരായി. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നീളും. നേരത്തെ സെപ്റ്റംബർ 13 മുതൽ ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ സാങ്കേതിക സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കാനുള്ളതിനാൽ നിശ്ചയിച്ച പ്രകാരം 13-ന് പ്രവേശനം ആരംഭിക്കാനാവില്ലെന്ന് ഡാം അധികൃതർ അറിയിക്കുകയായിരുന്നു. നിലവിൽ സെപ്റ്റംബർ 27-ന് ലോക ടൂറിസം ദിനത്തിൽ ഡാമിലേക്ക് പ്രവേശനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് MLA അറിയിച്ചു.
ചിമ്മിനി ഡാം ടൂറിസം വികസനത്തിനായി ടൂറിസം കമ്മിറ്റി രൂപവൽക്കരിക്കും. ചിമ്മിനിയുടെ നിലവിലുള്ള സൈക്ലിംഗിനും ട്രക്കിങ്ങിനും പുറമെ പുതിയ ട്രക്കിംഗ് റൂട്ടുകൾ തുറക്കും. ചിമ്മിനി ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. ചിമ്മിനി ഡാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കും കഫറ്റീരിയയും ഈ മാസം തന്നെ തുറക്കും. പഞ്ചായത്തിന്റെ ടോയ്ലറ്റ് ബ്ലോക്ക് ഈ മാസം പൂർത്തിയാക്കും. ചിമ്മിനി ഡാം ടൂറിസത്തിലെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ടൂറിസം ഫണ്ടും MLA ഫണ്ടും ചേർത്ത് പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഇറിഗേഷൻ വകുപ്പ് ചിമ്മിനി ഡാം ടൂറിസം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ DPR തയ്യാറാക്കും. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്ത് പ്രകടനം നടത്തി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ. DCC സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലയ്ക്കൽ, ജയൻ കൂവക്കാടൻ, വർഗീസ്, സിജോ പുന്നക്കര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി, ദിനിൽ പാലപ്പറമ്പിൽ, ജിജോ ജോൺ, മനോജ് സുന്ദർ, സുന്ദരൻ വെണ്ടോർ, സന്തോഷ്, പോൾസൺ, TC മോഹൻ, ടിക്സൺ എന്നിവർ സന്നിഹിതരായി. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തൃശൂർ പൂരം കലക്കിയവരെ തിരിച്ചറിയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കല്ലൂർ ബാബു, പോൾസൺ തെക്കുംപീടിക, ഹേമലത സുകുമാരൻ, പ്രീബനൻ ചുണ്ടേലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് പഞ്ചായത്തിന്റെ അടിയന്തര യോഗത്തിൽ നിന്നും LDF അംഗങ്ങളും ഒരു കോൺഗ്രസ് അംഗവും ഇറങ്ങിപ്പോയി. 10ാം വാർഡിൽ തണൽ കെട്ടിടത്തിന് ഉപാധികളോടെ നിരാക്ഷേപ പത്രം നൽകിയതിനാൽ ജില്ലാ പഞ്ചായത്ത് പണം അനുവദിച്ചിട്ടും നിർമ്മാണം ആരംഭിക്കാനായിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിന് നിരുപാധിക നിരാക്ഷേപ പത്രം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കക്ഷി ചേർത്ത് ഭരണകക്ഷി അംഗമായ ടീന തോബി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. നിരുപാധിക നിരാക്ഷേപ പത്രം നൽകി പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം വ്യക്തി താൽപര്യം സംരക്ഷിക്കാൻ പൊതുപണം ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ കേസ് നടത്തരുതെന്നാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയവരുടെ ആവശ്യം. പ്രതിപക്ഷവും ഭരണകക്ഷിയിലെ ഒരംഗവും വിയോജനക്കുറിപ്പ് എഴുതിയാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയതെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് CP സജീവനും ഭരണകക്ഷി അംഗവുമായ ടീന തോബിയും അറിയിച്ചു. ഇനി ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട് കരനീളെ തുമ്പപ്പൂവ് ചിരി തൂകി പഴമകളിലെ തിരുവോണം വിടര പൊന്നോണം വരവായി. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. പുതുക്കാട് ബസാർ റോഡിൽ കൊല്ലിക്കര ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റിക്കാടൻ, ബാങ്ക് ഡയറക്ടർമാരായ KJ ജോജു, രാജേന്ദ്രൻ, CJ ആന്റണി, അർജുൻ തോട്ടത്തിൽ, പ്രിൻസ് ചന്ദ്രൻ, അമ്പിളി ഹരി, സന്ധ്യ സുധീർ, ബിജി ജോയ്, സുശീല ദിവാകരൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് TV പ്രഭാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ ഷാജു കാളിയങ്കര, മുൻ ഡയറക്ടർ ബോർഡ് അംഗം ജെയിംസ് പറപ്പള്ളി, ബാങ്ക് സെക്രട്ടറി KV അനിത എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷനായി. MK ശൈലജ, ദിനേശ് വെള്ളപ്പാടി, ഷീബ സുരേന്ദ്രൻ, S മിനി, അമൃത നിശാന്ത്, K സുധാകരൻ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 116-ാം നമ്പർ സൗഹൃദ അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ, മുൻ വാർഡ് അംഗം ലില്ലി ബേബി, അംഗൻവാടി അധ്യാപിക വനജ, ഹെൽപ്പർ വിജയ, ALMC അംഗങ്ങൾ, മദേഴ്സ് ഫോറം പ്രീ സ്കൂൾസ് കുട്ടികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായി. ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ മത്സരങ്ങളും ഓണസദ്യയും സംഘടിപ്പിച്ചിരുന്നു. സമ്മാനങ്ങളും വിതരണം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ MC രേഷ്മ, കൃഷി അസിസ്റ്റന്റ് മിനി, കർഷകർ, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ എന്നിവർ സന്നിഹിതരായി. ആമ്പല്ലൂർ NSS കരയോഗം അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റിന്റെ വിതരണം ആരംഭിച്ചു. ആദ്യ കിറ്റ് വെള്ളയത്ത് ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് കരയോഗം പ്രസിഡന്റ് മുരളി വിതരണം ചെയ്തു.
പുതുക്കാട് കുടുംബശ്രീ മിഷൻ CDS കുടുംബശ്രീ ഓണം വിപണനമേള പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ആൻസി ജോബി, ഫിലോമിന ഫ്രാൻസിസ്, CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി എന്നിവർ പ്രസംഗിച്ചു. ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതിയുടെ കർഷക ചന്തയ്ക്ക് തുടക്കമായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ 10% വില കൂട്ടി എടുക്കുകയും 30% വിലക്കുറവിൽ ഉപഭോക്താക്കളിൽ എത്തിക്കാനുമാണ് കർഷക ചന്ത നടത്തുന്നത്. 14-ന് കർഷക ചന്ത സമാപിക്കും. ഓണത്തിന്റെ പ്രധാന ദിനങ്ങളാണ് ഉത്രാടവും തിരുവോണവും. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ആഘോഷങ്ങളും ആചാരങ്ങളും മാറിത്തുടങ്ങിയെങ്കിലും ഓണത്തിന്റെ പ്രധാന ദിനങ്ങളിലെ ചിട്ടകൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ചിലയിടങ്ങളിൽ. റിപ്പോർട്ട് കാണാം. ഉത്രാടത്തിന്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളം. അന്ന് മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പന്റെ രൂപമുണ്ടാക്കുന്നു. ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കളെല്ലാം മാറ്റി പടിക്കൽ വെക്കും. ചാണകം കൊണ്ട് തറ മെഴുകി തുമ്പക്കുടം വെക്കും. ചിലയിടത്ത് അരകല്ല് വയ്ക്കാറുണ്ട്. തിരുവോണത്തിന് രാവിലെ നിലവിളക്ക് കത്തിച്ചു വെച്ച് അരിമാവിൽ വെണ്ടയില ഇടിച്ചു പിഴിഞ്ഞ് കുറുക്കി കൈകൊണ്ട് കോലം വരയ്ക്കും. നക്ഷത്രം, സ്വസ്തി എന്നീ ചിഹ്നങ്ങളും കാണും. അതിനുശേഷമാണ് പൂക്കളത്തിൽ അട നിവേദിക്കുന്നത്. പൂവട എന്നാണ് ഇതിനു പറയുക. തിരുവോണ ദിവസം വൈകുന്നേരം തേങ്ങാപ്പീരിയും ശർക്കരയും തിരുമ്മി വീടിന്റെ 4 ദിക്കിലും വയ്ക്കുന്നു. ഇത് ഉറുമ്പിനോണം കൊടുക്കുക എന്ന സങ്കല്പമാണ്. അരിമാവ് കൊണ്ട് ഭിത്തിയിൽ കോലം വരയ്ക്കുന്നതിന് പല്ലിക്ക് ഓണം കൊടുക്കുക എന്ന് പറയും. ചിലയിടത്ത് അരിമാവിൽ കൈമുക്കി ഭിത്തിയിലും വാതിലിലും പതിപ്പിക്കാറുമുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വരാക്കരയിൽ വെച്ച് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനേഷ് J. മേനോൻ, വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വാർഡ് അംഗങ്ങളായ ശൈലജ, പ്രിൻസ് ഫ്രാൻസിസ്, ഫാർമസിസ്റ്റ് മാർട്ടിൻ സിനോബി എന്നിവർ സന്നിഹിതരായി. യോഗ ഇൻസ്ട്രക്ടർ നീതുമോൾ യോഗ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബേസിക് ഫിസിയോതെറാപ്പി ക്ലാസ് സിൻസിയും നയിച്ചു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് UN അധ്യാപക പുരസ്കാരത്തിന് CJM അസംഷൻ വിദ്യാലയത്തിലെ 11 അധ്യാപകർ അർഹരായി. സ്കൂൾ പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ്, പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ്, ഹയർ സെക്കൻഡറി ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രിയ പൗലോസ്, ഗണിത വിഭാഗം അനി പോൾ, ഹൈസ്കൂൾ വിഭാഗം ജൽമ K. കിഴക്കൂടൻ, ലിജു ജോസ്, സീന K. സീറ്റ, നിമൽ K. ബെന്നി, UP വിഭാഗം C. ജമ്മ വർഗീസ്, T. ഷീന ജോസഫ്, IO ആനി എന്നീ അധ്യാപകരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. UN ഡെലിഗേറ്റ് കുഞ്ചു C. നായർ പുരസ്കാരം വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നേരിട്ട് നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ബെജിൻ പ്രിൻസ്, UN പ്രതിനിധി CP സുകുമാരൻ, PTA പ്രതിനിധികളായ അഗസ്റ്റിൻ, ജിൻസി ബിജു, പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. മണ്ണമ്പേട്ട സ്കൂളിന് സമീപം അക്കറ്റുപാടത്ത് ഞാറുനട്ട് മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഹരിതസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഞാറുനടിയിൽ നടന്നത്. കർഷകൻ കൂടിയായ പ്രധാനാധ്യാപകൻ KJ തോമസ്, ഹരിതസേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം വഹിച്ചു. കൊയ്ത്തുപാട്ടും ഞാറുനടലും എല്ലാം കുട്ടികൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി. UP വിഭാഗം വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ ഫ്രാൻസിസ് തോമസ്, UP വിഭാഗം അധ്യാപകരായ KS രേഷ്മ, സ്നേഹ പോൾസൺ, PJ അലീന, LP വിഭാഗം അധ്യാപകൻ KR റിൻസൺ എന്നിവർ സന്നിഹിതരായി. കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ചെളിയിലിറങ്ങി ഞാറു നടാനും തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മൈമ്പിള്ളി പാടശേഖരത്തിലെത്തിയ അതിഥി തൊഴിലാളികൾ. പുത്തൂർ കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൈമ്പിള്ളി പാടശേഖരത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഞാറുനടീലിന് എത്തിയത്. 15 ഏക്കർ വരുന്ന പാടത്ത് പൊന്മണി ഇനം വിത്താണ് കൃഷി ചെയ്യുന്നത്. 53 അതിഥി തൊഴിലാളികളാണ് മുട്ടൊപ്പം ചെളിയിലിറങ്ങി ഞാറു നടുന്നത്. യന്ത്രസഹായത്താൽ ഞാറു നടാൻ ഏക്കർ ഒന്നിന് 5500 രൂപ ഈടാക്കുമ്പോൾ ഈ തൊഴിലാളികൾ ഏക്കർ ഒന്നിന് 4500 രൂപയാണ് കൂലിയായി വാങ്ങുന്നത്. മാത്രമല്ല യന്ത്രസഹായത്താൽ 3 ദിവസം എടുക്കുന്ന നടിയിൽ ഇവർ 1 ദിവസം കൊണ്ട് തീർക്കുമെന്നത് കർഷകർക്ക് ഏറെ സമയലാഭവും കിട്ടുന്നു. തൊഴിലാളികളെ ഉപയോഗിച്ചാൽ കൃത്യമായി ഞാറു നടാനും കഴിയുന്നതായും കർഷകർ പറഞ്ഞു.
നാട്ടിലെ തൊഴിലാളികളെ കിട്ടാത്തതും ഉള്ളവർ കൂലി കൂടുതൽ ചോദിക്കുന്നതുമാണ് അതിഥി തൊഴിലാളികളെ ആശ്രയിക്കാൻ കാരണമാകുന്നത്. രാവിലെ 6 മണിക്ക് പാടത്തെത്തുന്ന സംഘം മണിക്കൂറുകൾക്കകം പണികൾ പൂർത്തിയാക്കി അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും. പരമ്പരാഗതമായ ഞാറുനടിയിൽ പാട്ടുകളില്ലെങ്കിലും കൃത്യമായ അളവിലും വൃത്തിയിലും ഞാറ് നടാൻ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയാണ് സംഘത്തിലുള്ളത്. പാടശേഖര സമിതി പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി രാമൻകുട്ടി, മറ്റു അംഗങ്ങളും ഞാറുനടീലിന് നേതൃത്വം നൽകി. സാധാരണ നമ്മൾ മെഷീൻ നാടാണ് പതിവ്. അപ്പോൾ ഇത്തവണ തൊഴിലാളികളെ കിട്ടിയതുകൊണ്ട് മെഷീൻ നാടാകുമ്പോൾ ഏകദേശം 5500 രൂപ ഏക്കറിന് വരികയും പിന്നെ അതൊരു നടിയിൽ പോരാത്ത വിട്ടുപോയത് പാക്ക് തീർക്കൽ എന്ന് പറഞ്ഞിട്ട് അതിന് വീണ്ടും നമ്മളൊരു കൂലി വരാറുണ്ട്. അപ്പോൾ ഇവർ അതേസമയം അതിനേക്കാൾ കുറച്ച് ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാടശേഖരം ഒറ്റ ദിവസം കൊണ്ട് നടിയിൽ കഴിയും. 53 പേരാണ് തൊഴിലാളികൾ. ഒല്ലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം വെട്ടുകാട് ചെറുകുന്നിൽ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടുകളുടെ ഉദ്ഘാടനവും താക്കോൽദാന കർമ്മവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടുകളുടെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസും താക്കോൽദാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി സത്യനാഥും നിർവഹിക്കും. 4 വീടുകളുടെ ഉദ്ഘാടനമാണ് നടക്കുക എന്ന് സംഘം ഭാരവാഹികളായ ശശി പോട്ടയിൽ, ജേക്കബ് അക്കര, UK സദാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിച്ചത് 1 ഏക്കറോളം നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചതായിരുന്നു. അതിനിപ്പോൾ നമ്മൾ 3 വീട് നിർമ്മാണം പൂർത്തിയായി. ഇപ്പം പുതിയൊരു 4 വീട് കൂടി പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ അത് നമ്മുടെ പുത്തൂരിലെ ചെറുകുന്ന്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ ഡിവിഷണൽ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഇന്റേൺഷിപ്പിന് അവസരം. ജില്ലയിൽ 2 പേർക്കാണ് അവസരം. വിദ്യാഭ്യാസ യോഗ്യത, ബിരുദം, പ്രായപരിധി 29 വയസ്സ്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 23 വരെ 1 മാസത്തേക്കാണ് ഇന്റേൺഷിപ്പ്. തപാൽ വകുപ്പ് പ്രവർത്തനങ്ങൾ പഠിക്കുകയും 1 മാസത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും അവസരം ലഭിക്കും. ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാൻ മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ സർക്കാർ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 6282296002, മൊബൈൽ നമ്പർ 9188928434. കെൽട്രോണിന്റെ കോഴിക്കോട് ലിങ്ക് റോഡിലുള്ള നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ്, വെബ് ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് തുടങ്ങിയ 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകൾ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് 8 മാസം ദൈർഘ്യമുള്ള കോഴ്സ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് 1 വർഷം ദൈർഘ്യം, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി 1 വർഷം ദൈർഘ്യം, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മാസം എന്നിങ്ങനെയാണ് കോഴ്സുകൾ. അടിസ്ഥാന യോഗ്യത SSLC അല്ലെങ്കിൽ +2. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമായി നേരിട്ട് ഹാജരാകുവാനാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0492230172, മൊബൈൽ നമ്പർ 8590605275. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപയും പവന് 53,720 രൂപയും രേഖപ്പെടുത്തി. നെടുമ്പാൾ പള്ളം കുന്നുമക്കര ഗംഗാധരൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബേബിയാണ് ഭാര്യ. ശിവകുമാർ, ഷിജി മനോഹരൻ, സുനിൽകുമാർ എന്നിവർ മക്കളും. ബിനു ശിവകുമാർ, മനോഹരൻ, അഖില സുനിൽകുമാർ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ കണ്ണമ്പുഴ വെണ്ണാട്ടുപറമ്പിൽ കുഞ്ഞുവറീദ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. സിസിലി, ജോൺസൺ, ഗ്രേസി, പ്രിൻസൻ എന്നിവർ മക്കളും. ജോസ്, റോസിലി, ആൻസി, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അളഗപ്പനഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചു.
പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചിമ്മിനി ഡാം സൈറ്റിലേക്കുള്ള പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നീളും. സാങ്കേതിക സജ്ജീകരണങ്ങൾ പൂർത്തിയായില്ലെന്ന് ഡാം അധികൃതർ. പീച്ചി ഡാം തുറന്നുവിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അളഗപ്പ നഗര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. ദേശീയപാത കുട്ടനെല്ലൂരിൽ നിയന്ത്രണം തെറ്റിയ ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. വളം കയറ്റിപ്പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ജില്ലയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.